60കാരനായ അലോഷി അച്ഛൻ പതിറ്റാണ്ടുകളായി തന്റെ പള്ളിയിലെ പ്രാർത്ഥനകളും കീർത്തനങ്ങളും നയിച്ചു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. ദൈവമേ, ഞാൻ ചെയ്യുന്നത് മതിയാകുമോ? രാത്രിയിൽ അദ്ദേഹം മന്ത്രിച്ചു. അന്ന് രാത്രി അലോഷി അച്ഛൻ ഒരു വിചിത്രമായ സ്വപ്നം കണ്ടു. അദ്ദേഹം കണ്ടത് സ്വർഗരാജ്യമോ മാലാഖമാരെയോ ആയിരുന്നില്ല, മറിച്ച് വരണ്ടതും വിണ്ടുകീറിയതുമായ ഒരു വയലായിരുന്നു. നടുവിൽ ഒരൊറ്റ വാടിപ്പോയ തൈ മാത്രം. അദ്ദേഹം ആ തൈയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അതിൽ നിന്ന് ഒരു നേർത്ത പ്രകാശം വരുന്നത് കണ്ടു. ഒരു ശബ്ദം അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴങ്ങി. അത് കാറ്റിന്റെ ശബ്ദം പോലെയോ ഇലകളുടെ മർമ്മരം പോലെയോ ആയിരുന്നു. അലോഷി, എനിക്ക് ദാഹിക്കുന്നു. അങ്ങ് ദൈവമാണോ? അലോഷി അച്ഛൻ വിറയലോടെ ചോദിച്ചു. ഇവിടെയോ? ഈ രൂപത്തിലോ? ആ ശബ്ദം വീണ്ടും പ്രതിധ്വനിച്ചു. ഞാൻ ഏറ്റവും ചെറിയ കാര്യങ്ങളിലാണ് വളരുന്നത്. സ്നേഹത്താൽ പരിപാലിക്കപ്പെടുമ്പോൾ ഞാൻ വളരുന്നു. അലോഷി അച്ഛൻ ഞെട്ടിയുണർന്നു. സൂര്യരശ്മി അദ്ദേഹത്തിന്റെ ജനലിലൂടെ അരിച്ചെത്തുന്നുണ്ടായിരുന്നു. ആ സ്വപ്നം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പതിഞ്ഞു. തന്റെ യഥാർത്ഥ ദൗത്യം വലിയ പ്രസംഗങ്ങൾ നടത്തുകയല്ല, മറിച്ച് ദയയുടെ ചെറിയ വിത്തുകൾ നടുകയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അന്നു മുതൽ അലോഷി അച്ഛൻ തന്റെ സ്നേഹം ചെറിയ കാര്യങ്ങളിലൂടെ പങ്കുവച്ചു. ഒരു രോഗിയെ സന്ദർശിച്ചു, വിശക്കുന്നവന് ഭക്ഷണം നൽകി, ഒറ്റപ്പെട്ടവനോട് ഒരു നല്ല വാക്ക് പറഞ്ഞു. കാരണം ഏറ്റവും ചെറിയ വിത്തിൽ പോലും മഹത്തായ ഒരു വനം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു.